അവനോടൊപ്പമോ അവളോടൊപ്പമോ അല്ല നിൽക്കേണ്ടതെന്നും സത്യത്തിനൊപ്പമാണ് നിൽക്കേണ്ടതെന്നും അവർ അതിജീവിതയല്ല എന്ന് കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഒരു കാര്യവുമില്ലാതെയാണ് 16 ദിവസത്തോളം തന്നെ ജയിലിലിട്ടതെന്നും അവർക്ക് ഭർത്താവുണ്ട് എന്ന് ലോകത്തെ അറിയിച്ചതിനുള്ള പ്രതികാരം തന്നോട് തീർക്കുകയായിരുന്നുവെന്നും ഇവിടെയൊക്കെയാണ് മെൻസ് കമ്മീഷന്റെ പ്രാധാന്യമെന്നും തനിക്കെതിരെ വ്യാജ പരാതി ഉന്നയിച്ച അതിജീവിതയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഐജിക്കും മുഖ്യമന്ത്രിക്കും DGPക്കും സൈബർ സെല്ലിനും പരാതി നൽകിയതായും രാഹുൽ ഈശ്വർ. Allegation of rape initially with the consent and thereafter against her will without her consent is not supported by any material at this point of time. അതായത് അതിജീവിത പറഞ്ഞ റേപ്പെന്ന പീഡനമെന്ന പരാതി നിലനിൽക്കില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുകയാണ്. പിന്നെ എങ്ങനെയാണ് ഇവർ അതിജീവിതയാകുന്നത്? എല്ലാ മീഡിയക്കാരും വാർത്ത കൊടുക്കുമ്പോൾ അതിജീവിത എന്നാണല്ലോ കൊടുക്കുന്നത്. ശരിക്കും പരാതിക്കാരിയല്ലേ? ഇത് രാഹുൽ ഈശ്വറിന്റെ വാക്കുകളല്ല, ബഹുമാനപ്പെട്ട കോടതി. ആ കോടതിയുടെ ഫ്രണ്ട് പേജ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് കോടതി വിധിയുടെ ഫ്രണ്ട് പേജ്. കോടതി വിധിയുടെ 14-ാം പേജിൽ ബഹുമാനപ്പെട്ട കോടതി പറയുന്നു, പീഡനാരോപണം നിലനിൽക്കില്ലെന്ന്. പിന്നെ ആ സ്ത്രീ എങ്ങനെ അതിജീവിതയാകും? പിന്നെ എങ്ങനെ ഞാൻ അവരെ അധിക്ഷേപിച്ചതാകും? ഇന്നലത്തെ വീഡിയോ ദയവായി കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇനി കഴിഞ്ഞ തവണ പോലീസിലെ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കള്ളം പറഞ്ഞതുപോലെ ഞാൻ ഈ എല്ലാം എന്റെ വീഡിയോയുടെ ട്രാൻസ്ക്രിപ്റ്റ് എടുത്തിട്ടുണ്ട്. അത് അതേപോലെ കൊടുക്കാൻ വേണ്ടി എനിക്ക് ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ. അതിജീവിത എന്ന വാക്ക് ഒരു പരിശുദ്ധമായ വാക്കാണ്. അതിജീവിത എന്ന വാക്കിന് ഒരു വിലയും മാന്യതയും ഉണ്ട്. അതിജീവിത എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ വേദന അനുഭവിച്ച് അതിനെ അതിജീവിക്കുന്ന വ്യക്തിയാണ്. ഉദാഹരണം, ശ്രീ ദിലീപിനെ തെറ്റായി ഡ്രാഗ് ചെയ്യപ്പെട്ട കേസിൽ നമ്മുടെ അഭിമാനമായ മാറിയ നടി അതിജീവിതയാണ്. കാര്യം അവർക്ക് ഒരു ദുരനുഭവം നേരിട്ടിട്ടുണ്ട്, കോടതി വിധിയുമുണ്ട്. അവരൊരു സർവൈവറാണ്, അതിജീവിതയാണ്, ഇരയാണ്. എന്നാൽ ഈ പെൺകുട്ടി കോടതി വിധി പ്രകാരം അതിജീവിതയല്ല. ഇത് രാഹുൽ ഈശ്വർ പറയുന്നതല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് കോടതി വിധി പ്രകാരം ഈ പെൺകുട്ടി അതിജീവിതയല്ല. ഈ പെൺകുട്ടിയെ ഒരു കാരണവശാലും അധിക്ഷേപിച്ചല്ല, ഫാക്ട്സ് മാത്രം. ആ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ വീഡിയോ നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും കൊടുത്തതിനെ വെച്ചാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. ഇനിയും എന്നെ കള്ളക്കേസിൽ കുടുക്കി അകത്തിടാനാണ് ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ടാണ് ഈ മെൻസ് കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. കാര്യം വേണ്ട രീതിയിൽ മാധ്യമങ്ങളോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഭരണാധികാരികളോ ഞങ്ങൾ പറയുന്ന പോയിന്റുകൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ബയസ്ഡാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, അവളോടൊപ്പമല്ല സത്യത്തോടൊപ്പമാണ് നിൽക്കേണ്ടത്. അവനോടൊപ്പവുമല്ല സത്യത്തോടൊപ്പമാണ് നിൽക്കേണ്ടത്. മലയാളം ടെലിവിഷൻ, തിരുവനന്തപുരം. നാട്ടിലെവിടെയാ? വയനാട്ടില്. നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. നാട്ടിലെവിടെയാ? ഞാൻ ആലപ്പുഴ. നാട്ടിലെവിടെയാ? ഞാൻ കണ്ണൂരാ. നാട്ടിലെവിടെയാ? എന്റെ വീട് പാലക്കാട്. പാലക്കാടിൻ പൊള്ളിയും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നനവാണേലും കണ്ണൂരിനെ ഉഴുതുമറിക്കും കോരിച്ചൊരിയണ മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെയാ?